നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ യേശനെ അവിടെ എവിടെയെങ്കിലും? ഇല്ലടാ. പിന്നെ അങ്ങോട്ട് നടക്കുന്നതായി കണ്ടെന്ന് പറഞ്ഞേ. അത് എന്തോ സംശയം എന്നാ പറഞ്ഞ, അതാ ഞാൻ പോയി നോക്കിയതേ. പക്ഷെ അവിടെ ഒന്നുമില്ല. വീട്ടിലേക്ക് വിളിച്ചൊന്ന് ചോദിച്ചാലോ? ഏയ് അത് വേണ്ട. അവിടേക്ക് പിന്നെ നമ്മൾ വിളിക്കൂടി ചെയ്ത അവര് പേടിക്കും. നീ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന അന്ന് മുതൽ തുടങ്ങിയ പേടിയാ. നീ ഒന്നുകൂടി രോഹിത്തിനെ വിളിച്ചേ. ചിലപ്പോ മറ്റെന്തെങ്കിലും കാരണം കാണുന്നേ, അല്ലാതെ വരാതിരിക്കുന്നൊന്നും അല്ലല്ലോ ഇങ്ങനെ. അത് തന്നെയാ എന്റെ പേടി. അവനെന്തെങ്കിലും അപകടം. നീ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയാ ഭാമേ. അവനീ ഒന്നോളൂ. അങ്ങനെ മനസ്സിനൊരു ഉറപ്പ് കൊടുക്കാൻ എനിക്കാവുന്നില്ല. സമയം കഴിയുന്തോറും ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. രാഘവേട്ടന് അറിയാലോ, എന്റെ ജീവനും ജീവിതവും എന്റെ വിഷ്ണു. ഞാനിങ്ങനെ നിൽക്കുന്നെങ്കിൽ വിഷ്ണു അടുത്തുള്ളത് കൊണ്ട് മാത്രം. ഈശ്വര, ഇവൻ എവിടെ പോയി കിടക്കുക? മോളെ, നീ ഒന്നോട് അവനെ വിളിച്ചു നോക്ക്. ഭഗവാനെ, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ. എന്റെ മുന്നിൽ അവനെ എത്തിക്കണേ. ബീച്ച് ഭാഗത്തേക്ക് അന്വേഷിക്കാൻ പോയ ആശാനെ കാണുന്നില്ലല്ലോ. ഏട്ടത്തിയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഒരു സാധാരണ വീട്ടമ്മയെ പോലെ പെരുമാറുന്ന ആളാണോ ഏട്ടത്തിയമ്മ? ആശാന് സങ്കടം തോന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങി പോവാവോ? ഛേ, ഇതിനിപ്പോ എവിടെ പോയി തിരക്കാനാ? ആശാനാണല്ലോ. എന്താ ആശാനെ അവിടെ എവിടെയെങ്കിലും? ഇല്ലടാ. പിന്നെ അങ്ങോട്ട് നടക്കുന്നതായി കണ്ടെന്ന് പറഞ്ഞേ. അത് എന്തോ സംശയം എന്നാ പറഞ്ഞ, അതാ ഞാൻ പോയി നോക്കിയതേ. പക്ഷെ അവിടെ ഒന്നുമില്ല. വീട്ടിലേക്ക് വിളിച്ചൊന്ന് ചോദിച്ചാലോ? ഏയ് അത് വേണ്ട. അവിടേക്ക് പിന്നെ നമ്മൾ വിളിക്കൂടി ചെയ്ത അവര് പേടിക്കും. ചിലപ്പോ വല്ല മീറ്റിങ്ങോ ജോലി തിരക്കൊണ്ടോ വൈകിട്ടെന്നേ കരുതൂ. നീ കേറ്, നമുക്കേ ആ ഭാഗത്തോട് നോക്കാം. വാക്കര്. ആ എന്തായിട്ടാ അവിടെ ഒരാൾക്കൂട്ടം? അതെ, അവിടെ പെൺകുട്ടിയുടെ ബോഡി കരക്കടിഞ്ഞു. അതെയോ? എന്നിട്ട് പോലീസിനെ അറിയിച്ചോ? ആ, അറിയിച്ചു. ഇപ്പൊ വരും.
അതെന്താ? അത് ഈസി അല്ലേ പപ്പി, നീ വായിച്ചു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇപ്പൊ നിനക്ക് മനസ്സിലായോ പപ്പി? ആ മനസ്സിലായി. ഇത്ര നേരമായി, വൈകുങ്കി ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? വീട്ടിൽ നിൽക്കുന്നവർക്ക് ആദ്യം, പുറത്തു പോകുന്നവർക്ക് കുഴപ്പമില്ലല്ലോ. അവൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുമ്പോ സമയം പോകുന്ന അറിയൂല. ശാരദാമ്മ ഇത് ആരോടാ ഈ സംസാരിക്കുന്നത്? ആ, എന്നോട് തന്നെയാ മോളെ. നിന്റെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. വിഷ്ണുച്ചന് ഇപ്പൊ ആരാന്ന് പറഞ്ഞു പോയതല്ലേ? വിഷ്ണുച്ചനെയും കണ്ടില്ല. ഇനിയിപ്പൊ ഞാനെങ്ങനെ പോവും? പപ്പി പോവണ്ട, നമുക്കിന്ന് ഇവിടെ അങ്ങ് കൂടാം. അയ്യോ അത് പറ്റില്ല, അമ്മ എന്നെ തിരക്കൂലേ? അത് സാരമില്ല പപ്പി, എന്റെ കൂടെയാന്ന് പറഞ്ഞാ മതി. ശ്യാമയൊന്ന് വിളിച്ചാലോ? എന്തൊക്കെയാ ചുറ്റും നടക്കുന്നതെന്ന് അറിയില്ലല്ലോ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതാ വിഷ്ണുവിനെയും കാണാത്തത്. അമ്മേ. ആ മോളെ, വിഷ്ണു അവിടെ ഉണ്ടോ? ഇല്ലമ്മേ. ഇതുവരെ ശാലിനിയും വന്നിട്ടില്ല, വിഷ്ണുവും വന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് തീ തിന്നുക. വിഷ്ണുവേട്ടൻ പപ്പിയും കൊണ്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയിട്ട് ഇതുവരെ വന്നില്ലമ്മേ. ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഡീ, വിഷ്ണുവേട്ടനെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുക പോലും ചെയ്യുന്നില്ല. പപ്പി മോളും കൂടെ ഉള്ളതല്ലേ. എന്താ പറ്റിയെന്ന് പോലും അറിയാൻ പാടില്ല. ഡീ, പപ്പി ഇവിടെ ഉണ്ട്. പപ്പിയെ വിഷ്ണു ഇവിടെ പകലുകൊണ്ടോന്ന് ആക്കിയതാ. സമാധാനായി. എന്റെ വീര് മുകളിലായിരുന്നമ്മേ. മോളവിടെ ഉണ്ടല്ലോ. അല്ലമ്മേ, കുഞ്ഞേച്ചി എന്താ ഇത്രയും വരാൻ വൈകുന്നേ? ഇത്രയും സമയമായല്ലോ. ഹലോ മോളെ. ആരെ ഫോണില്? എന്ത് സമാധാനമായിന്നാ നീ പറയുന്നത്? സത്യമേ, പപ്പി അമ്മയുടെ അടുത്തുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.